ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 ഫ്ലവേഴ്സാണ് ത്രെഡ് വെച്ച് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അതിൽ ഒന്നാണ് വാടാർമല്ലി, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി കാണുക. അടുത്ത ഫ്ലവറാണ് ജമന്തി. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഈ ഫ്ലവർ വരുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനെ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ വാടാർമല്ലിക്ക് ചെയ്യാൻ എടുത്തതുപോലെ തന്നെ ഇതിന് ഞാനൊരു സ്നോ വൈറ്റ് കളറാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കോട്ടൺ ത്രെഡ് 8 പ്ലേയുടെ യാണാണിത്. പിന്നെ ഒരു കാർഡ്ബോർഡ്. ഇതിൻ്റെ ഒരു ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് ലെങ്ത്ത്. ഇതിൻ്റെ ഈ അളവെന്ന് പറയുന്നത് ഒരു 7 സെൻറ്റിമീറ്ററൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു വയർ എടുക്കണം. കനം കുറഞ്ഞ വയർ കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ വാടാർമല്ലിയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കനം കുറഞ്ഞ വയർ. അതിപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു പോയതുകൊണ്ടാണ് ഞാൻ ഈ കനമുള്ള വയർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വയർ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ, ഈ ത്രെഡിൻ്റെയും ഈ വയറിൻ്റെയൊക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേപ്പാണ്. പിന്നെ ഒരു ത്രെഡ് കട്ടർ വേണം. പിന്നെ ഒരു 2 കളറ്, ഈ ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കളറ്. അതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ഉണ്ടല്ലോ, ഒരു പേസ്റ്റൽ ഗ്രീനും ഒരു യെല്ലോ ഷെയ്ഡും നമുക്ക് സാധാരണ കിട്ടുന്ന പോലെയുള്ള ഒരു മാർക്കറോ അങ്ങനെ അല്ലെങ്കിൽ ഒരു സ്കെച്ച് പെന്നോ എന്തേ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. ഈ 2 മാർക്കേഴ്സുമാണ് വേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഈ ത്രെഡിനെ നമ്മളിങ്ങനെ ഇതിൽ ചുറ്റുകയാണ്. വാടാർമല്ലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമുക്ക് കമ്പി വെക്കണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, കുറച്ച് അധികം ത്രെഡ് വേണം ഇതിന്. അപ്പോൾ നമുക്കത് 2 ഭാഗവും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിക്കണം. ഈ സൈഡും കൂടി ഒരുമിച്ച് വേണം നമുക്ക് കെട്ടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വയർ വെക്കാത്തത് കേട്ടോ. ഒരു 10-50 പ്രാവശ്യമൊക്കെ ചുറ്റുക കേട്ടോ. ഇപ്പം ഇത് ആവശ്യത്തിലധികമായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഊരിയെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വെക്കണം. ഇതിൻ്റെ ഈ ഗ്യാപ്പ് ഇവിടെ വരുന്നത് പോലെ ആക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ടാക്കി വയ്ക്കുക. ഈ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് ത്രെഡ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയറിനെ എടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിനതാ ഇങ്ങനെ നമ്മൾ വാടാർമല്ലിയിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ നല്ല പോലെ ടൈറ്റ് ചെയ്ത് ഇതിനെ ചുറ്റിയെടുക്കുക കേട്ടോ. നല്ലതുപോലെ ടൈറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ത്രെഡൊക്കെ അകത്തുമ്പം ഇത് പോരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ പിരിച്ചാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇത് ടൈറ്റായിട്ട് ഇതിങ്ങനെ വരും കേട്ടോ. എന്നിട്ട് ഇതിനി നമുക്ക് വെട്ടിക്കൊടുക്കാം. വാടാർമല്ലി ചെയ്തപ്പം നമ്മൾ ഒറ്റൊരു സമയത്ത് തന്നെ നമ്മൾ 2 എണ്ണമാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. ഇതിപ്പോൾ നമുക്ക് ഓരോന്നായിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. വാടാർമല്ലി ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കട്ടിങ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ ഭംഗി ഇരിക്കുന്നതെന്നും ഈ ഫ്ലവർ കാണാൻ എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളതിൻ്റെ ഷേപ്പ്. അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിങ്ങും നമുക്ക് വ്യത്യാസമുണ്ട്. ഇതിൻ്റെ കട്ടിങ് അനുസരിച്ചിട്ടാണ് ഇതിന് ഈ ഷേപ്പ് വരുന്നത്. വാടാർമല്ലി നമ്മൾ ചെയ്തപ്പം വേറൊരു ടൈപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇതിൻ്റെ കട്ടിങ് വ്യത്യാസമുണ്ട്. അത്രയേ ഉള്ളൂ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാനായിട്ട് കേട്ടോ. ഇതിനി എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ അധികം ഇത് നമ്മൾക്ക് കട്ട് ചെയ്ത് കളയണം. ലെങ്ത്ത് മറ്റേ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. ഇതിനെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്യുന്നത്.
അതായത് ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പുറത്തോട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു എളുപ്പത്തിനുള്ള വഴി നമ്മുടെ കൈയുടെ ഈ 2 വിരലിൻ്റെ ഇടയിൽ ഈ ഫ്ലവറിനെ നമ്മൾ വെക്കുക. കണ്ടോ? അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിലായിട്ട് ഇതിരിക്കും. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പുറത്തോട്ട് നമ്മളിങ്ങനെ വെട്ടുക ത്രെഡ് കട്ടർ വെച്ചിട്ട്. എന്നിട്ട് ഇതിനെ കുടഞ്ഞ് കളയുക, തിരിച്ചെടുക്കുക. ഈ വിരലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കളയാനായിട്ട് നോക്കുക കേട്ടോ. ഇത് ഏകദേശം ഒരു കുറച്ചൊന്ന് വെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചീകി കൊടുത്ത് ഇതിൻ്റെ ഓരോ ത്രെഡുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. ഇതിനിങ്ങനെ ഒരു ഷേപ്പിലാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഭാഗം ഒന്ന് റൗണ്ട് ആക്കിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ ചീകി കൊടുക്കാം. ചീകി കൊടുത്തിട്ട് ഇതിൻ്റെ ഷേപ്പ് അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ചീകി കൊടുക്കുമ്പം നേരത്തെ ഞാൻ വാടാർമല്ലിക്ക് ചെയ്തത് കാണിച്ചതുപോലെ തന്നെ സൂക്ഷിച്ച് ചെയ്യുക. കാരണം ഇല്ലെങ്കിൽ ഇത് വിട്ടുപോരും കേട്ടോ. ഇതിൽ നിന്ന് ഈ കമ്പിയിൽ നിന്ന് നമ്മൾ വയർ അറ്റാച്ച് ചെയ്തില്ലേ, അവിടെ നിന്ന് അത് വിട്ടുപോരും. നമ്മളിപ്പോൾ പുറകിലുള്ള ത്രെഡുകളെല്ലാം ഒരുവിധം ഇങ്ങനെ ചീകി കൊടുത്തിട്ട് അതിങ്ങനെ അടർത്തിയെടുത്തു. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഉള്ളിൽ ഇവിടെ ഒന്നിങ്ങനെ അമർത്തി പിടിച്ചിട്ട് ഇങ്ങോട്ട് പുറത്തോട്ടും ഒന്ന് ചീകി കൊടുക്കണം കേട്ടോ. ഇനി നമ്മളിങ്ങനെ ഒന്ന് കുടയുമ്പം ഈ ഫ്ലവർ ഇങ്ങനെയൊന്ന് ഇതിൻ്റെ ഈ ത്രെഡെല്ലാം ഒന്നിങ്ങനെ വിടർന്ന് വരും. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലെ കുറച്ച് ത്രെഡുകൾ മാത്രം നമ്മളിങ്ങനെ മുകളിലോട്ടാക്കി പിടിക്കുക. ഇങ്ങനെ മുകളിലോട്ടാക്കി പിടിച്ചിട്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ കട്ട് ചെയ്ത് കളയാം നമ്മൾ. കണ്ടോ? അപ്പം സെൻറ്ററിലെ അത്രയും ത്രെഡ് നന്നായിട്ട് കട്ടായിപ്പോയി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലോട്ടുള്ള ത്രെഡുകൾ ഇങ്ങനെ ഇത് വിടർന്ന് ഓരോ ഇതൾ വരുന്നത് പോലെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഇതുപോലത്തെ ഒരു കട്ടർ എടുക്കുക. ഇങ്ങനത്തെ സിസേഴ്സ് ആണെങ്കിൽ ഇങ്ങനെ ചെരിച്ച് പിടിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇതിങ്ങനെ ഇതിനെ നമ്മളിങ്ങനെ തിരിച്ച് കൊടുത്തിട്ട് നമുക്ക് ഏത് സൈഡ് ആണ് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പം അതുപോലെ നോക്കി നമ്മൾ കട്ട് ചെയ്ത് കളയാം. കണ്ടോ? അപ്പോൾ അതിങ്ങനെ പരന്ന് ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിനായിട്ട് വരും. ഇത് കുറേശ്ശെ കട്ട് ചെയ്ത് കൊടുത്താട്ടോ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാം ഒറ്റയടിക്ക് ചെയ്യുന്ന മാതിരി ചെയ്യരുത്. ചെയ്താൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും ഫ്ലവറിൻ്റെ. ഇതിങ്ങനെ ഈ ഷേപ്പ് കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല എളുപ്പപ്പണി നമ്മൾ ഈ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരുവിധം നമ്മൾ വെട്ടി ഇതിനെ ഒതുക്കി ചെറുതാക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മളൊരു റൗണ്ട് ഷേപ്പിലേക്ക് വെട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു വയലറ്റ് ഷെയ്ഡിലൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാനിതിപ്പോൾ ഒരു വയലറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ഡാർക്ക് ലൈറ്റ് ഇതുമാതിരി ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വൈറ്റിൻ്റെ തന്നെ നമ്മൾ കുറച്ച് ത്രെഡ് എടുത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കിട്ടും. നമ്മൾ കുറച്ച് അധികം ത്രെഡ് എടുത്ത് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് വലുതാക്കിയിട്ടും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനി കുറച്ചും കൂടി റൗണ്ട് ഷേപ്പാക്കി എടുക്കാനുണ്ട്. എന്നാലേ അതിങ്ങനെ ലെയറായിട്ട് ഇങ്ങനെ കിടക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ഒന്നും കൂടിയും ഇതിനെ മുകളിൽ നിന്ന് കണ്ടോ, ഇതിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും ഇവിടെ ഇങ്ങനെ പൊന്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, നമുക്ക് വെട്ടി കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ വെട്ടി കൊടുത്തുകൊണ്ടിരിക്കുക.
ഇപ്പം ഞാൻ ഒരുവിധം ഇതെല്ലാം വെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നമ്മളൊന്നിങ്ങനെ കുടയുമ്പം നമുക്കത് കിട്ടുന്ന എന്താണെന്ന് ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇവിടെ 1-2 ഒക്കെ നമുക്കിത് പൊന്തി നിൽപ്പുണ്ട്. അതിനെ നമുക്ക് ഒന്നും കൂടി ഇങ്ങനെ വെട്ടി ശരിയാക്കാൻ പറ്റും. അപ്പം പുറത്തോട്ട് വെട്ടുക കേട്ടോ, അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. എന്നിട്ട് നമുക്കിനി ഇത് ടേപ്പ് ഒട്ടിക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ടേപ്പ് ഇങ്ങനെ ഇച്ചിരി ഒന്ന് താഴേന്ന് തൊട്ട് മുകളിലോട്ട് അങ്ങോട്ട് ചുരുട്ടിയെടുക്കുക. ആദ്യം ഇതിനെല്ലാത്തിനെയും മുകളിലോട്ടാക്കി വയ്ക്കുക. അതെന്തായാലും ത്രെഡ് ആയതുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചു. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വല്ല കട്ടിങ് വല്ലതും ചെയ്യണോ എന്താണെന്നുള്ളതൊന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ എങ്ങനെയാണ് കളർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ 2 കളേഴ്സാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഇതിൽ യെല്ലോയാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അപ്പം എൻ്റെ ഇതിന് 2 ടിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ വരുന്ന ടിപ്പാണ് ഞാൻ എടുക്കുന്നത്. മറ്റേ ടിപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഈ സെൻറ്ററിൽ ഇത്രയും നമ്മൾ കൂടുതൽ വെട്ടി കളഞ്ഞിരിക്കുന്ന ഒരു ഇത് ഞാൻ അന്ന് നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ സൈഡിലാണ് നമ്മൾ ഈ യെല്ലോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമ്മളൊരു കണ്ടതേ ഇങ്ങനെ യെല്ലോ കളർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ത്രെഡുകൾക്ക്. ഒരുപാടാവരുത്, ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകാനേ പാടുള്ളൂ കേട്ടോ. ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മളിങ്ങനെ സെൻറ്ററിൽ മാത്രം ഇങ്ങനെ യെല്ലോ കളറ് ആഡ് ചെയ്ത് കൊടുക്കുക. ആണോ? ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒന്ന് നോക്കുക, കുറച്ചും കൂടി വേണോ, എങ്ങനെയാണ് അതിൻ്റെ ഇത് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്. ആ ത്രെഡ് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്ന് തൊട്ടേ ആ യെല്ലോ കളർ വരുന്ന പോലെ ഇരിക്കണേ. അടുത്തത് നമ്മൾ ഗ്രീൻ കളർ എടുക്കുക. ഗ്രീൻ കളർ എടുക്കുമ്പോൾ ഞാൻ കൂടുതലും ഈ ചെറിയ ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ച് ഏരിയയിൽ മാത്രം മതി. അപ്പോൾ ഇതിങ്ങനെ ഇത് ഗ്രീൻ ഇടുമ്പോൾ ഡാർക്ക് കളർ ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ ആ യെല്ലോൻ്റെ സെൻറ്ററായിട്ട് കുറച്ച് ഭാഗത്ത് മാത്രം ഗ്രീൻ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളൊന്നിങ്ങനെ തട്ടി കൊടുക്കുക, നമുക്ക് നോക്കുക, എന്നിട്ട് അത് എങ്ങനെയായി, അതിൻ്റെ സെൻറ്റർ ആണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി ഒന്ന് റെഡി ആണെങ്കിൽ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ജമന്തി എന്നുള്ള ഫ്ലവർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചല്ലോ. ഭയങ്കര ഈസിയാണ്. നമ്മൾ വാടാർമല്ലി ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. വാടാർമല്ലിക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ ജമന്തിക്ക് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കും. ശരിക്കും നമുക്ക് അകലെ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഫ്ലവർ ആണെന്നേ തോന്നും കേട്ടോ. അപ്പോൾ ഞാനിത് 2 കളറിലാണ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര ഹൈറ്റിലാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ച് നമുക്ക് ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ ഓണത്തിന് എൻ്റെ 2ാമത്തെ ഫ്ലവറും റെഡിയായി. ഇത് ഞാൻ അവിടെ സെൻറ്റർ ടേബിളിൽ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ വേറെ എവിടേക്കെങ്കിലും മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തൽക്കാലം ഈ ഒരു പോട്ട് അവിടെയാണ് ഇരുന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അങ്ങോട്ട് എടുത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ കേട്ടോ നമ്മുടെ ഇതിൻ്റെ അകത്ത് മുമ്പിരുന്നിരുന്ന ഫ്ലവറിൻ്റെ വീഡിയോ ഇടണം എന്ന് എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ, നമ്മുടെ ഈ ചോളത്തിൻ്റെ തൊലി വെച്ചിട്ട് ഞാൻ ചെയ്തിരുന്നില്ലേ, അപ്പോൾ അത് അത് ഞാൻ വേറൊരു ദിവസം കാണിക്കാം കേട്ടോ, അതിൻ്റെ ഫ്ലവർ മേക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു മാറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി കിടന്നിരുന്ന മാറ്റ് നമുക്ക് മാറ്റിയിട്ട് ഈ മാറ്റിൻ്റെ ഇതൊരു കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്തതാണ്, ആ മാറ്റിൻ്റെ പുറത്ത് നമുക്കിത് വെക്കാം.
അപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം.